നമസ്കാരം. ഇന്ന് നമ്മുടെ 1357 എപ്പിസോഡാണ്. ഇന്ന് ഞാൻ ഇന്ത്യയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു ആമുഖം എന്നുള്ള രീതിയിൽ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മൾ ഇപ്പം നിങ്ങൾ ഒരുപാട് സഹായിക്കുകയും ഒരുപാട് സ്നേഹിക്കുകയൊക്കെ ചെയ്തവർ നിങ്ങളെ വിട്ടുപോവുകയും നിങ്ങളെ തള്ളിപ്പറയുകയൊക്കെ ചെയ്യുമ്പം ഓരോരോ കാരണങ്ങൾ അവർ പറയും. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ യഥാർത്ഥ കാരണം നിങ്ങളറിയുമ്പോൾ ഞെട്ടിപ്പോവും. പറഞ്ഞതൊന്നും ആയിരുന്നില്ല, വർഷങ്ങളോളം അവർ പറഞ്ഞതായിരിക്കില്ല അതിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്ന്. നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്ത കാരണമായിരിക്കും അതിൻ്റെ പിന്നിൽ. അതുപോലെ തന്നെ ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നിലവിൽ പണ്ട് ഇസ്രായേൽ ഒത്തിരി അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ടോടുകൂടി 13 രാജ്യങ്ങളോ ഇസ്രായേലിനെ ആക്രമിക്കാൻ എല്ലാ സന്നാഹങ്ങളും ഒരുക്കി ചുറ്റും നിന്നും ഏറ്റവും സാങ്കേതികമായി സാമ്പത്തികമായിട്ടെല്ലാം നിന്ന് ഈ രാജ്യങ്ങളെല്ലാം കൂടെ കൂട്ടി. അന്ന് സത്യത്തിൽ ഇസ്രായേൽ ആ യുദ്ധത്തിൽ ജയിച്ചത് അവരുടെ പ്രസിഡൻ്റൊക്കെ മരണത്തെ മുന്നിൽ കണ്ട് ആ യുദ്ധത്തിൻ്റെ മുന്നിൽ നിന്ന് അതിൻ്റെ പ്രസിഡന്റ് പിന്മാറുക വരെ ചെയ്തിരുന്നു. എല്ലാവരും അവരുടെ വേദപുസ്തകങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു 10 മിനിറ്റിനകം അത് ഇസ്രായേൽ തകർന്നു പോകുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ സാങ്കേതിക മികവിനേക്കാൾ 1000 ഇരട്ടിയായിരുന്നു മറ്റെല്ലാ എതിർ രാജ്യങ്ങളിലെല്ലാം ശക്തി. പക്ഷേ ഇസ്രായേൽ ജയിച്ചത് എവിടെയാണെന്നറിയാമോ? ഈ രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി യുദ്ധത്തെ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഇവർ വിമാനത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കാനായിരുന്നു ഇവർ. കാരണം ഇവിടുന്ന് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നാൽ മാത്രമേ ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റുള്ളൂ ഇസ്രായേലിനറിയാം. പക്ഷേ ആക്രമിക്കപ്പെടാമെന്ന് മറ്റ് രാജ്യങ്ങൾക്കും അറിയാമായിരുന്നു. പക്ഷേ അതല്ല യഥാർത്ഥ യുദ്ധവിജയത്തിൻ്റെ കാരണം. ഒരു ചെറിയ മണ്ടത്തരമാണ്. ഈ രാജ്യങ്ങളെല്ലാം ഏകോപിപ്പിച്ച് ഇസ്രായേൽ ഈ വിമാനത്താവളങ്ങൾ തകർക്കുന്നതിന് മുമ്പ് ഇറാഖ് അടക്കമുള്ള പല രാജ്യങ്ങളിലെ സൈന്യത്തിൻ്റെ ഒരു കോഡുണ്ട്. അവർക്ക് ഇങ്ങനെ 08 ബീപ്പ് എന്നൊക്കെ പറഞ്ഞൊരു കോഡുണ്ട്. അവരത് വെച്ചാണ് അവരുടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം കൂടെ ഏകീകരിപ്പിച്ച് ഈ ഒന്നിച്ച രാജ്യങ്ങളിലെല്ലാം ഒരു കോഡ് മിനിറ്റുകൾക്കുള്ളിൽ മാറ്റി. അത് ഇസ്രായേലിന് അറിയേയില്ലായിരുന്നു അങ്ങനെ ഒരു കോഡ് മാറ്റപ്പെട്ട വിവരം. പക്ഷേ ഇസ്രായേൽ അത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ ആ കോഡ് മാറിയിട്ടുണ്ട്. അവരെല്ലാവരും കൂടെ ഏകോപിപ്പിച്ചൊരു കോഡ് കണ്ടെത്തി ഈ 10-12 രാജ്യങ്ങൾ യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച് ഈ 10-12 രാജ്യങ്ങൾ ആ കോഡ് റീകോഡ് ചെയ്തു. അങ്ങനെ വേറൊരു കോഡ് വന്നു. ആ കോഡിലാണ് ഈ 12 രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 1 മണിക്കൂറോ 2 മണിക്കൂർ കൊണ്ടോ തോൽപ്പിക്കാമല്ലോ ഇസ്രായേലിനെ. ആ കോഡ് എല്ലാവരും കൂടെ ഹാൻഡ് ഓവർ ചെയ്ത് ആ സമയം കൊണ്ട് ഈ ഇസ്രായേൽ ഈ വിമാനത്താവളങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ ആക്രമിക്കായിരുന്നു. യുദ്ധവിമാനങ്ങൾ പറന്നു കയറില്ല, അവരുടെ റോഡുകളും എല്ലാം നശിപ്പിച്ച് അവരുടെ യുദ്ധവിമാനങ്ങൾ പോകേണ്ട ആ സ്ഥലങ്ങൾക്ക് ഈ യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിൽ പോകുന്നത് അറിയാൻ പറ്റാതെ പോയത് മറ്റ് അറബ് രാജ്യങ്ങൾക്ക് അറിയാൻ പറ്റാതെ പോയത് ആ കോഡ് മാറി ആ കുറച്ച് നിമിഷത്തെ ആ ഗ്യാപ്പിൽ അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. ഈ ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ പറന്നു വരുന്ന കോഡ് കണ്ടെത്താൻ ആ പുതിയ കോഡിന് കഴിഞ്ഞില്ല. ആ 1 മണിക്കൂറിൻ്റെ ഗ്യാപ്പിലാണ് അവരുടെ ഉപഗ്രഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതാണ് ഇസ്രായേലിൻ്റെ യഥാർത്ഥ വിജയമായി പോയത്. അതിനുശേഷമാണ് ഇസ്രായേൽ ശരിക്കും ആ ധൈര്യത്തിൽ നിന്ന് ഉദിച്ചതാണ് ഈ സാങ്കേതിക വിദ്യയെല്ലാം. അതുപോലെ ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയെക്കുറിച്ചാണെന്ന് തന്നെ പറഞ്ഞല്ലോ. നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാർ ഒരു 77 കൊല്ലം മുമ്പ് നമ്മുടെ ഈ തന്നേച്ച് പോയപ്പം ബ്രിട്ടീഷുകാർ വിചാരിച്ചത് എന്താണെന്നറിയാമോ? ഇത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യവും ഇന്ത്യയായിട്ട് വിഭജിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടിണികൾ എല്ലാം കൂടെ തമ്മിൽ തീരുമെന്നാണ്. പക്ഷേ പാകിസ്ഥാൻ അവസ്ഥയിലേക്ക് പോയപ്പോൾ ഇന്ത്യയിൽ കുറേ പഴന്തുണികളും പഴഞ്ചാക്കുകളും കുറേ വെള്ളമില്ലാത്ത മരുഭൂമിക്ക് തുല്യമായ കൃഷിയിടങ്ങളും മാത്രമുള്ള പട്ടിണി കോലങ്ങളായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. എല്ലാ സമ്പത്തും അവർ കൊള്ളയടിച്ചുകൊണ്ട് പോയി. അതിനെ നമ്മൾ അതിജീവിച്ചു എന്നുള്ളതാണ്. അത് നെഹ്റുവിൻ്റെ ബുദ്ധിയാണ്.
അത് നെഹ്റുവിൻ്റെ ബുദ്ധിയാണ്. നെഹ്റു ഒരാളെ പോലും മന്ത്രിസഭയിൽ തൻ്റെ ഏറാൻമൂളികൾ എടുത്തില്ല. ഏറ്റവും ബുദ്ധിമാന്മാരായ ആൾക്കാരെ മാത്രമേ, പലരും വിചാരിച്ച അയാൾ സഹമന്ത്രിമാരോ ഇത് സഹമന്ത്രിമാരോ. ഒരു യുക്തിവാദിയായിരുന്നു ഈ ജവഹർലാൽ നെഹ്റു. അദ്ദേഹം യുക്തിപൂർവ്വം തന്നെ കാര്യങ്ങൾ ചിന്തിച്ചു. അയാൾ ദൈവവിശ്വാസി ആയിരുന്നില്ല. അവിടെ നിന്ന് തുടങ്ങിയതാണ്. പക്ഷേ പഞ്ചവത്സര പദ്ധതിയൊക്കെ പരാജയപ്പെട്ട ഒരു ഇതായിരുന്നു. അതിനുശേഷം നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഇതിൽ പാകിസ്ഥാൻ നമ്മുടെ ശത്രുവായി മാറി. അങ്ങനെ രണ്ടുപേരും ഒരേ രീതിയിലാണ് വന്നത്. പിന്നെ നമ്മൾ തന്നെ അവിടെ നിന്ന് ഒരു രാജ്യത്തെ ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയും ഇവിടെ നിന്ന് ഒരു രാജ്യത്തെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ മറ്റ് പല ഈ അമേരിക്കയുടെ തന്നെ സപ്പോർട്ടോടുകൂടി അത് ചെയ്തിട്ടുണ്ട്. അന്നേരം റഷ്യ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ രീതിയിൽ യുദ്ധം ചെയ്ത് നമ്മൾ തോറ്റില്ല, ഇന്ത്യ തോറ്റില്ല. അതിനുശേഷമാണ് പിന്നെ അവർ തീവ്രവാദത്തിലേക്ക്, കാശ്മീർ അവരുടെ ഭാഗം എന്ന് പറഞ്ഞാൽ തീവ്രവാദികളെ കടത്തിവിടുക, അങ്ങനെ ഇങ്ങനെയൊക്കെ രണ്ടാമതേത്. അങ്ങനെ ഇവിടെ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ. എന്നിട്ടും ഇന്ത്യ തകർന്നില്ല. മൂന്നാമതാണ് നമ്മുടെ നോട്ടിൻ്റെ അതിനേക്കാൾ ക്വാളിറ്റിയുള്ള കള്ള നോട്ടുകൾ ഇറക്കി ഇന്ത്യ തകർക്കാൻ നോക്കി. അതിനെ അതിജീവിച്ച് ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിജിയാണ്. അതിന് കള്ളപ്പണം അങ്ങനെയാണ് വെളുപ്പിച്ചെടുത്തതല്ല, കള്ളപ്പണം ഇല്ലാതാക്കിയത് ഒറ്റ രാത്രി കൊണ്ടാണ്. അത് നിരോധിച്ചു 2000 രൂപയുടെ നോട്ട്. അങ്ങനെയാണ്. മൂന്നാമത് അവർ നമ്മുടെ കാശ്മീരിലൊക്കെ ഈ ഇടയ്ക്ക് നടന്നില്ലേ ഓപ്പറേഷൻ സിന്ദൂർ, അതിൻ്റെയൊക്കെ കാരണം എന്താണ്? പിന്നെ അവർ നോക്കിയതെന്ന് പറഞ്ഞാൽ അവർ വർഗീയത എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്ന് മുസ്ലിം ഹിന്ദുക്കൾ എന്നുള്ളൊരു വേർതിരിവ്. അതായത് RSS BJP ഒക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പെട്ടെന്നുള്ള 2 സീറ്റ് നല്ല ഭരണത്തിലേക്ക് പെട്ടെന്ന് കയറിയത് BJP. അതുകൊണ്ട് മുസ്ലിങ്ങൾക്കൊരു ഭയമായി. അവിടെ ഇവിടെ ഒത്തിരി ആക്രമണങ്ങൾ നടന്നു. ആ ബേസിൽ ഏതാണേലും ഒരു ജാതി സ്പിരിറ്റ് ഉണ്ടല്ലോ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. സ്വാഭാവികമായിട്ട് അതുണ്ട് എല്ലാവരുടെ ഒരു വിഷയം. ചിലയിടത്ത് ഒരു വണ്ടി മറിഞ്ഞ് മരിച്ചതിൽ എത്ര പേര് മുസ്ലിം ഉണ്ടെന്ന്, മുസ്ലിം എത്ര ഹിന്ദുക്കളുണ്ടെന്ന്, ഹിന്ദുക്കളും എത്ര ക്രിസ്ത്യാനികളുണ്ടെന്ന് ക്രിസ്ത്യാനികളും നോക്കുന്നുണ്ട് ഉള്ളിൽ. അങ്ങനെയുള്ളൊരവസ്ഥയെത്തി. അപ്പോൾ ആ വർഗീയതയെ ചൂഷണം ചെയ്ത് ഇന്ത്യ എന്ന രാജ്യത്തെ എങ്ങനെ തകർക്കാമെന്ന് സത്യത്തിൽ അവർ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതും നടന്നില്ല. കാരണം ശക്തമായി ഇന്ത്യ തിരിച്ചു കയറി, സാമ്പത്തികമായിട്ടും തിരിച്ചു കയറി. അപ്പോൾ നമ്മൾ തമിഴ്നാടൊക്കെ ഒരു ദരിദ്ര സംസ്ഥാനമായിരുന്നു. പക്ഷേ തമിഴ്നാട് ഇന്ന് ഏറ്റവും സമ്പന്നതയിൽ 2ാമത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. വിജയ് എങ്ങനെ അത് ഭരിക്കുന്നതിൽ വിജയ് സിനിമയുടെ ഓരോന്ന് മിക്കവാറും അത് പൊളിച്ച് കൈ കൊടുക്കും. അതൊക്കെയാണ്. അതും നടന്നില്ല. എന്നിട്ട് അവരതും നടക്കാതെ വന്നപ്പോൾ, തീവ്രവാദവും നടക്കാതെ, പാകിസ്ഥാൻ്റെ ഇതൊക്കെ നടക്കാതെ വന്നപ്പോഴത്തേനും ഇവരിപ്പം അടുത്ത ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യുവതലമുറയെ മയക്കുമരുന്നിലേക്ക് തള്ളിവിടുക എന്നുള്ള രീതിയായി. ആ മയക്കുമരുന്നിലേക്ക് ശരിക്കും ഇപ്പം പ്രസൻറ്റിൽ ഈ മയക്കുമരുന്ന് ഇത്രമാത്രം ഇവിടെ നിൽക്കാൻ കാരണം അത് പാകിസ്ഥാൻ്റെ, ബംഗ്ലാദേശിൻ്റെയും മറ്റ് നമ്മുടെ ചൈനയുടെ പോലും അതിനകത്ത് കൈകളുണ്ട്. ഇതിനകത്തൊക്കെ വരുന്നത് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ 1-ാം തീയതി തൊട്ട് ഈ സതീശൻ സാറ്, VD സതീശൻ സാറ് മുഖ്യമന്ത്രി ഒരു പ്രത്യേക ഒരു പ്രഖ്യാപനം നടത്തി ഒരു ഫോഴ്സിനെ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാടിടത്ത് മയക്കുമരുന്ന് പിടിച്ചു. കാരണം ആ സ്ക്വാഡിനെ ഇറക്കി ആ മുഖം നോക്കാതെ ഒരു ബീഡി വലിക്കുന്നവനെ വരെ പിടിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ ഒരു അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ പലയിടത്തും പിടിക്കപ്പെട്ടു. കാരണം അവർ സ്പെഷ്യൽ സ്ക്വാഡ് ശക്തമായി. കാരണം ഒരു മുഖ്യമന്ത്രി, എന്നാലും പിണറായി സഖാവ് അങ്ങനെ തന്നെ ചെയ്തിരുന്നതാണ്. പക്ഷേ ഇദ്ദേഹം ഒരു ഫ്രീഡവും കൂടെ കൊടുത്തു. ഇത് മെയിനായിട്ട് കൊടുത്ത് രമേശ് ചെന്നിത്തല സാറാണ് കേട്ടോ. അല്ലാതെ ശരിയാണ്, രമേശ് ചെന്നിത്തലൻ്റെ ഓർഡറാണ്. പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു അദ്ദേഹമുള്ള ആഭ്യന്തരമന്ത്രി. അങ്ങനെ ഇപ്പം നിലവിൽ മയക്കുമരുന്നിനും പറ്റാതെ, മയക്കുമരുന്നുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ പറ്റാതെ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വരും തലമുറ, ഒരു 14 വയസ്സുള്ള ഒരു കുട്ടിയെ മയക്കുമരുന്നിലേക്ക് തള്ളി വിട്ടാൽ ആ കുട്ടി വളർന്ന് ഒരു 18 വയസ്സാകുമ്പോൾ മിലിറ്ററി ചേരുമ്പം ഡ്രഗ് അഡിക്റ്റായ അതായത് ഒരു വ്യവസ്ഥയില്ലാത്ത ജനതയായി വരും. ആ യുവതലമുറ മൊത്തം ഇന്ത്യയെ തകർക്കുക. പിന്നെ മിലിറ്ററി പോലും ആളില്ലാതെ വരും. ബുദ്ധിയുണ്ടെങ്കിലും പ്രവർത്തിക്കാൻ ഒരുമാതിരി സ്ലീപ്പർ സെൽസ് പോലെ കിടക്കും. അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അതും നടക്കാതെ വന്നപ്പോൾ ഇപ്പം അടുത്തത് ഈ രാജ്യങ്ങളെല്ലാം കൂടെ കൂടിക്കൊണ്ട്, എല്ലാ രാജ്യങ്ങളും കൂടെ കൂടിക്കൊണ്ട് നമ്മളെ ആക്രമിക്കാനൊക്കെ പദ്ധതിയിട്ടാണ്. പക്ഷേ ഇന്ത്യ പൊളിച്ചടുക്കി കൈ കൊടുത്തു. അതിനകത്ത് ഈ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയൊന്നും വലിയ കാര്യമൊന്നുമില്ല അതിനകത്ത്. അവരും വേണ്ടി വന്ന് കൂട്ടുക അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി. ഈ ഫ്രാങ്കായിട്ട് പറയാണ്.
പക്ഷേ നമ്മളിവിടെ നിൽക്കുന്ന കുറേ രാജ്യങ്ങളുണ്ട്. നമുക്ക് യുദ്ധം വന്നാൽ ഇസ്രായേലാണ് പറഞ്ഞത് നിങ്ങൾ ഇന്ത്യയോട് യുദ്ധം ചെയ്തോളൂ, പക്ഷേ ഞങ്ങളോടും കൂടെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ് ഇസ്രായേൽ മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മൾ ഇസ്രായേലിനെ പലതവണ തള്ളി പറഞ്ഞിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയിലും അവിടെ ഇവിടെയൊക്കെ. പക്ഷേ ഇസ്രായേലൊന്നും നമ്മുടെ കൂടെ നിന്നിട്ടുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അവർക്ക് ഇന്ത്യ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഹിന്ദുവായി പറയല, ക്രിസ്ത്യാനിയായി പറയല, മുസ്ലിമായി പറയല്ല, ഞാൻ BJPക്കാരനായി പറയല്ല, കോൺഗ്രസ്സായി പറയല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായി പറയല്ല. ഞാനൊരു നിഷ്പക്ഷമായിട്ട് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യക്കെതിരെ കളിക്കാൻ അടുത്തൊരു ഈ വിജയമൊക്കെ ജയിച്ചതിൻ്റെ ഇതാണ് ഞാൻ പറയുന്നത്. അതുപോലൊരു ജനകീയ പ്രക്ഷോഭം മറ്റ് രാജ്യങ്ങളിലെ പോലെ ഉണ്ടാക്കിയാൽ നടക്കുമെന്നുള്ള രീതിയിലാണ് ഈ കോക്രോച്ച് പാർട്ടിയെ കൊണ്ട് കളിക്കാൻ നോക്കി. വന്ന 1000 പേരും 500 പേരും മറ്റ് സംഘടനകളിലെ പൈസ വാങ്ങിക്കൊണ്ട് അവർ ക്ലാസ് മുടക്കി അവർ വണ്ടിക്കൂലി എല്ലാം കൊടുത്ത് കൊണ്ടുവന്നവരാണ്. അത് അമേരിക്കക്കാരനായ ഒരുത്തൻ തുടങ്ങിയിട്ട് ഇവിടെ വന്നപ്പം നാറിപ്പോയി. കാരണം 1000 പേരേ ഉള്ളായിരുന്നു. അതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്ന പത്രക്കാരും കാണികളും. മൊത്തം 3000-4000 പേരേ ഉള്ളായിരുന്നു അവിടെ. അത് അവർ വിചാരിച്ച് ഇവിടെ ഒരു ബഹുജന പ്രക്ഷോഭം ഉണ്ടാക്കി ഇവിടെ ഇത് ചെയ്യാമെന്ന്. അതിനകത്ത് പാകിസ്ഥാൻകാരാണ് 60% ഫോളോവേഴ്സിലുള്ളത്. ഇയാൾ വിചാരിച്ച എല്ലാം ഇവിടെ വരുമെന്നാണ്. പിന്നെ ഉള്ളത് 30% എവിടെ ഉള്ളതാണ്, ബംഗ്ലാദേശിലുള്ളവരാണ്. അതുപോലെ തന്നെ ഈ ബംഗ്ലാദേശൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ബംഗാളിലെ മാറ്റണമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നമ്മൾ ജാതിയോ വർഗീയതയോ രാഷ്ട്രീയമോ ഒന്നും നോക്കി നമ്മളങ്ങനെ ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരവസ്ഥയിൽ നമ്മൾ ഇതിനെതിരെ തിരിച്ചാൽ കോക്രോച്ച് പാർട്ടിയുടെ പിൻബലമെല്ലാം വിദേശ രാജ്യങ്ങളിലെ പടമാണ്. ഒരിക്കലും അതുപോലുള്ള പണ്ട് ഏതിലാണ് പ്രവർത്തിച്ചിരുന്ന അയാൾ പിന്നെ ആം ആദ്മി പാർട്ടിയിലുണ്ടായിരുന്നതാണ്. അവൻ ഇത്രയും ഫ്ലൈറ്റ് ടിക്കറ്റ് മുടക്കി ഇവിടെ വരണമെങ്കിൽ അതുപോലും പാകിസ്ഥാൻ്റെയോ ബംഗ്ലാദേശിൻ്റെയോ ഒക്കെ അവരുടെ രാജ്യത്ത് പട്ടിണി മാറ്റാനൊന്നും അവർക്ക് സമയമില്ല. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ തകർക്കാനാണ് അവർ മൊത്തം പൈസ മുടക്കുന്നത്. അവരെന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ബംഗ്ലാദേശികളെല്ലാം ഇവിടുന്ന് കോരന്തീകളോ അങ്ങനെയൊക്കെ എല്ലാത്തിനും ഓടിച്ചു. നമുക്ക് തിന്നേണ്ട ആഹാരത്തിൻ്റെ വീതമാണ്. ഈ ബംഗാളിൻ്റെ ഇതിൻ്റെ പേരിൽ നമ്മളെല്ലാം മുസ്ലിമുകളെ ഓടിച്ചു എന്ന് പറയുന്നുണ്ട്. ബംഗാളിലെ മുസ്ലിമുകൾ മൊത്തം ഇന്ത്യ ഗവൺമെൻറ്റിന് അനുകൂലമാണ്. അതുകൊണ്ടാണ് ജയിച്ചത്. ഇപ്പോഴും ബംഗ്ലാദേശികൾ അവിടുന്ന് അടിച്ചോടിക്കും. അവിടെ നിന്ന് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാക്കിയത് മൊത്തം ബംഗ്ലാദേശികളാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ഈ കോക്രോച്ച് പാർട്ടിയൊന്നും ഇന്ത്യയിൽ വിലപ്പോകില്ല. ഞാനിപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വേച്ഛാധിപത്യം വരണമെന്ന് ഞാൻ ജനാധിപത്യം മാറി. കാരണം ഒരു സ്വേച്ഛാധിപത്യത്തിൽ ഒരു സ്വേച്ഛാധിപതി മാത്രം അക്ബറും ഷാജഹാനും ഒക്കെ എത്ര നല്ല സ്വേച്ഛാധിപതികളായിരുന്നു അറിയോ. അവർ പക്ഷേ എത്ര നല്ലപോലെയാണെന്ന് പറയാം രാജ്യം ഭരിച്ചിരുന്നത്. അശോക ചക്രവർത്തി എത്ര നല്ലപോലെ ഭരിച്ചിരുന്നതെന്നറിയോ. അതൊക്കെ നമ്മൾ ഒരിക്കലും നമ്മൾ വിട്ടുകളയാൻ പാടില്ലാത്തതാണ്. ഈ ഗ്രീസ് ഭരിച്ചുകൊണ്ടിരുന്ന ഫറോമാരാണ്. അവരെന്നും ജനങ്ങളോട് ഒത്തിരി ചൂഷണം ചെയ്ത് അവരുടെ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്. നദിയുടെ നദിയുടെ സമ്പത്താണ് അവരുപയോഗിച്ച് ആ രാജ്യത്തിന് അത്രയും സാമ്പത്തിക അവസ്ഥ ഉണ്ടാക്കിക്കൊടുത്തത്. പക്ഷേ അത് അവരുടെ കൈവിട്ടു പോയപ്പോഴാണ് ആ രാജ്യത്തിനൊക്കെ തോൽവി ഉണ്ടായത്. അതുപോലെ ഈ ജനങ്ങളെല്ലാം ജനാധിപത്യത്തിൽ വിവരമുള്ളവരായിരിക്കണം. ഒരു 60% പേരെങ്കിലും. ഇവിടെ വിവരത്തിൻ്റെ പേരിലല്ല പലരും വോട്ട് ചെയ്യുന്നൊന്നും. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമ്മൾ ഈ കോക്രോച്ച് പാർട്ടി എന്നും പറഞ്ഞ് മറ്റ് രാജ്യത്തെ പോലെ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പോയാൽ അത് നമ്മുടെ രാജ്യം വളർന്ന് നമ്പർ 1 ആവും. മസ്റ്റ് 10 കൊല്ലത്തിനാവും. 10 കൊല്ലത്തിനാവും. ഒരു പക്ഷേ ഇലക്ഷൻ പോലും വിചാരിക്കുന്ന അവസ്ഥയായിരിക്കില്ല ഇന്ത്യയിൽ. കാരണം ഇലക്ഷൻ പോലും നിങ്ങളാരും വിചാരിക്കുന്ന ഒരു സങ്കല്പത്തിലായിരുന്നു. നിങ്ങൾ ദീർഘവീക്ഷണമുള്ളവരാണെങ്കിൽ നിങ്ങളത് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ച് നോക്കുക. ഒന്നിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യനെ കൊല്ലുന്നില്ല, മുസ്ലിമിനെ അങ്ങനെ കൊല്ലുന്നില്ല, ഒരു മുസ്ലിമും തിരിച്ചു കൊല്ലുന്നില്ല. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കൾ മുസ്ലിമുകളെ കൊല്ലാനാണെങ്കിൽ അതിനേ സമയമുണ്ടായിരുന്നുള്ളൂ. മുസ്ലിമുകൾ ഹിന്ദുക്കളെ കൊല്ലാനാണെങ്കിലും ക്രിസ്ത്യാനികൾ അതിനേ സമയമുള്ളൂ. അതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങൾ. അത് 50-100 പേരൊന്നും ഒരു ആക്രമണത്തിൽ മരിക്കുന്നതെന്നും വെച്ച് ഒരു വിപുലമായൊരു സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ കോക്രോച്ച് പാർട്ടിയുടെ അതുപോലെ തന്നെ പ്രസ് ക്ലബ്ബ്, കേരള പ്രസ് ക്ലബ്ബിൽ ഞാൻ ഒരു 20 കൊല്ലം മുമ്പ്, അന്ന് ആരാ മുഖ്യമന്ത്രി എന്ന് എനിക്കറിയില്ല,
ആ സമയത്ത് 20 കൊല്ലമായി. അപ്പം എസ് കെ സാർ, അതായത് സിന്ധുകുമാർ സാർ, ഇന്നും മനോരമ ചാനലിൻ്റെ ചീഫ് ക്യാമറമാൻ, അദ്ദേഹം എന്നെ പ്രസ് ക്ലബ്ബിൽ കൊണ്ട്, അത് ഏകദേശം സെക്രട്ടേറിയറ്റിൻ്റെ ബാക്കിലാണെന്ന് തോന്നുന്നു. അവിടെ മദ്യപാനമുണ്ട് അവിടെ. പ്രസ് ക്ലബ് അവർ പറയുന്നത് ഞാൻ പേടിക്കുന്നൊന്നുമില്ല. അവിടെ അങ്ങനെ വെളിയിൽ നിന്ന് ആർക്കും കയറാൻ ഒക്കില്ല അങ്ങനെ. പക്ഷേ എന്നോടുള്ള സൗഹൃദം കൊണ്ട് അവിടെ കൊണ്ടുപോയി. അദ്ദേഹം അന്ന് കൈരളി ചാനലായിരുന്നു. അദ്ദേഹം എന്നെ കൊണ്ടുപോയിട്ട് മദ്യം തന്നു. അങ്ങനെ ഞാൻ അന്ന് മദ്യപിക്കത്തില്ല, എനിക്ക് ഇതിനൊക്കെ 20 വയസ്സ് കുറവാണ് അന്ന് അവിടെ എസ് കെ സാറും അന്നും നികേഷ് കുമാർ സാറും ഉണ്ടെന്ന് അവിടെ ആ പ്രസ് ക്ലബ്ബിൽ വന്നിരുന്നു. അവർ പറഞ്ഞ്, അപ്പോൾ അവർ തമ്മിൽ ചർച്ച ചെയ്യുകയാണ്. ഞാനും അടുത്തിരിപ്പുണ്ട്. എന്നെ ഭയങ്കര വിശ്വാസമാണ്. 20 കൊല്ലത്തിന് ശേഷം ഏതോ ഒരു ടീമുകൾ അന്നത്തെ സുധാകരൻ എന്ന് പറഞ്ഞാൽ, ഏത് പാർട്ടിയുടെ സുധാകരനാണെന്ന് എനിക്ക്, അവർ 3 സുധാകരനുണ്ട്. അവരത് അവരുടെ മാപ്രകളുടെ ഭാഷയിൽ അത് പറയാണ്. ഒരാളെ തകർക്കാൻ ഒരു വാർത്ത കൊടുക്കണം, അതിന് ഇത്ര ലക്ഷം രൂപ അന്നത്തെ കാലത്ത് എസ് കെ സാറിനും നികേഷ് സാറിനും ആർക്കോ കൊടുക്കാമെന്ന് പറയും, 2-3 പേർക്ക്. നിങ്ങൾ അത് അറേഞ്ച് ചെയ്ത് വ്യാജ വാർത്ത ചമയ്ക്കണം എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് കണ്ട് 5 ലക്ഷം 10 ലക്ഷം രൂപ കണ്ടാണ്. പക്ഷേ ഇവരത് എതിർത്തു. ഇവർ സംസാരിക്കുന്നുണ്ടോ കേട്ടോ, ഞാൻ ഇവർ ആ പൈസ വേണ്ടാന്ന് പറഞ്ഞു. ഇവർ ആ പൈസ വേണ്ടാന്ന് വെച്ച് ഇവർ വിചാരിച്ചാൽ ആ പ്രസ് ക്ലബ്ബിലിരുന്ന് തന്നെ അത് നടക്കും, അത് തീരുമാനമെടുക്കുക. ആ സംഭവം അന്ന് അവരെതിർത്ത് നല്ലവരുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ കേരളത്തിൽ നിന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടിയേക്കുന്നു. എങ്ങോട്ടാണ്? ഡൽഹിക്ക് എല്ലാവരും കൂടെ ഓടിയേക്കുന്നു. കാരണം ഇവർ പൈസ വാങ്ങിക്കൊണ്ട് പാകിസ്ഥാൻ്റെയും, കറക്റ്റായിട്ട് പറയാം, വേറെ ഒരു സംസ്ഥാനത്തെയും പത്രക്കാർ ഇത്രയും ചെന്നിട്ടില്ല. ഇത്രയും റിസ്ക് എടുത്ത് ഫ്ലൈറ്റ് പിടിച്ച് ഇവരൊക്കെ ഡൽഹിയിൽ ചെല്ലാൻ. ഇവരെന്തിന്? സത്യത്തിൽ ഇതെല്ലാം പൈസ വാങ്ങിക്കൊണ്ട് അന്ന് എതിർത്ത് എസ് കെ സാറുണ്ട്, അന്ന് നികേഷ് കുമാറുണ്ട്. നികേഷ് കുമാർ, എനിക്കത് കൺഫേം അല്ല കേട്ടോ. അന്ന് അദ്ദേഹത്തെ ആരും അറിയില്ല. MP രാഘവൻ സാറിൻ്റെ അങ്ങനെ എങ്ങനെയാണ് പറഞ്ഞത്, ഏതോ ആ പേര് ഞാൻ നോക്കുന്നത്. പക്ഷേ വേറെ 3 പേരോടാണ് ഏതോ ഒരു മാഫിയകൾ പറയുന്നത് ഒരാളെ തകർക്കാനൊരു ഇതിടണമെന്ന്. അവരത് ഏറ്റെടുത്തുമില്ല, അങ്ങനെ ഒരു വാർത്ത കൊടുത്തുമില്ല. പക്ഷേ 20 കൊല്ലത്തിന് ശേഷം ഇപ്പം 500 രൂപയായിട്ടേ വാർത്ത കൊടുക്കും. നമുക്ക് പല ചാനലുകളും അറിയാം ഇവിടെ. ഇപ്പം എല്ലാ മൊബൈലുള്ള എല്ലാവരും ഭയങ്കര ന്യൂസ് ആളുകളാണല്ലോ. എല്ലാവരുടെ ഓരോ വാർഡിൽ വരെ ന്യൂസ് ചാനലാണ്. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇവരെല്ലാം കൂടെ പോയി കേരളത്തിൽ നിന്ന് എല്ലാവരും ഇപ്പം അങ്ങോട്ട് ഇന്ത്യയെ തകർക്കുന്ന 500 പേര് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കെതിരെ ചിന്തിക്കരുത്, ഇന്ത്യക്കെതിരെ നീങ്ങരുത്. നമുക്കത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയാണ് കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാർത്ഥരുടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 20 കോടി ഇതുണ്ടായിരുന്നു. ഏതാ മില്യൺ 20 മില്യൺ ആളുകളുണ്ട് കോക്രോച്ച് പാർട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിൽ. അതിലൊരു 1% വന്നാൽ തന്നെ 2 ലക്ഷം പേരായില്ലേ? 500 പേര്. അപ്പോൾ ആരാണ് വന്നത്? ഈ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പിന്നെ ഇന്ത്യയുടെ ശത്രു രാജ്യത്തു നിന്നും ഒക്കെ വരുന്നവരാണ് അത് കാണുന്നത്. എൻ്റെ ഈ ഫേസ്ബുക്ക് പേജ് കാണുന്നവർ പാകിസ്ഥാൻകാർ കാണുന്നേ. ഞാൻ ഇടുന്ന ഈ എപ്പിസോഡ് പാകിസ്ഥാൻകാർ കറക്റ്റ് കണ്ടിരിക്കും. ഞാൻ വേണമെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബംഗ്ലാദേശികൾ കാണും, ബ്രിട്ടീഷുകാർ കാണും, UK എല്ലാവരും കാണുന്നത്. അതിൻ്റെ അത് നോക്കിയാണ് എല്ലാവരും പറയുന്നത്. ഇത്രയും ഫോളോവേഴ്സ് ഇത്ര രാജ്യത്തിൻ്റെയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരാണ്. നമുക്ക് ജാതി വെച്ചൊന്നുമല്ല. ആരാണ് നമ്മുടെ പ്രസിഡൻറ്റ്? ആരായിരുന്നു മുൻ പ്രസിഡൻറ്റുമാരൊക്കെ? ആരായിരുന്നു നമ്മുടെ രാജ്യം ഭരിക്കുന്ന പലരും? ഒന്നാലോചിക്കുക. നമ്മുടെ ഭരണഘടന എഴുതിയതാരാണ്? നമ്മുടെ ഈ ഗാന്ധിജി എന്ന് പറയുന്ന പേര് എവിടെ നിന്നാണ് വന്നത്? ഈ ഗാന്ധി എന്നുള്ള ഗാന്ധിജിയായിട്ട് ഒരു ബന്ധവുമില്ല രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധിക്കൊന്നും. അത് ഫിറോസ് ഗാന്ധി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ഗാന്ധി പേര് വന്നതാണ്. അത് ഗാന്ധി കുടുംബമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം പിന്നെ അതൊക്കെയാണോ ജാതീയതകളുടെ? അമേരിക്ക ഭരിച്ചത് ആരാണ്? അമേരിക്ക ഭരിച്ചതിൽ മുസ്ലിമില്ലേ? മുസ്ലിം ഉണ്ടല്ലോ. അമേരിക്ക ഭരിച്ചതിൽ മുസ്ലിമുണ്ട്. അതുകൊണ്ട് നിങ്ങളതൊന്നും ചിന്തിക്കേണ്ട. ഇവിടെ ജാതീയതയൊന്നും വലിയ വിഷയമില്ല. 10% പേരെ ഈ ജാതീയത വെച്ചൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുള്ളൂ. 10% പോലും, 1% പോലും അങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം ഒരു തീവ്രവാദത്തിന് പോയ ഒരു
മകൻ മരിച്ചപ്പോൾ അത് ആ ശവം കാണണ്ടെന്നും പറഞ്ഞ ഉമ്മയുള്ള നാടാണ് നമ്മുടെ ഈ കേരളം. മാത്രമല്ല ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ വർഗീയതയുള്ള ആളാണെന്നാണോ വിചാരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊരു വർഗീയത വരില്ലോ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു വർഗീയത വരില്ലോ. എനിക്ക് കൃത്യമായിട്ടറിയാം, എനിക്ക് വ്യക്തമായിട്ട് നേരിട്ടറിയാം. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വീട്ടിലൊരു 100 പേര് രാവിലെ ചെല്ലും. ആ 100 പേര് ഹിന്ദു മുസ്ലിം എല്ലാവരും കാണും. ആ 100 പേരുടെയും കാര്യം ആ സാഹിബ് ഇല്ലാത്ത അവസ്ഥ പോലും അത് നടത്തി കൊടുത്തിരിക്കും. അന്ന് ജാതി നോക്കിയിട്ടൊന്നുമല്ല. ജാതി നോക്കി വോട്ട് ചെയ്തിരുന്നെങ്കിൽ ആ ശതമാനമൊന്നുമല്ല അവിടെ വരുന്നത്. ഇവിടെ ജാതീയതയില്ല, വർഗീയതയില്ല, ഒന്നുമില്ല. ഇതെല്ലാം നമ്മൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവന്മാർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇന്ത്യ തകരാനുള്ളത് നോക്കരുത്. ഇന്ത്യ തകർന്നാൽ നമ്മളില്ല. ലോകം ഞെട്ടലോടെയും പേടിയോടെയും കാണുന്ന ലോകത്തിലെ ഒരേ ഒരു രാഷ്ട്രം ഇന്ത്യയേ ഉള്ളൂ. അത് മറക്കരുത്. നന്ദി, നമസ്കാരം.